അമ്മേ കണ്ണ മൈ ഡിയർ സൺ. ഈശ്വര, എന്ത് പറഞ്ഞ് ഞാൻ മുകളിലേക്ക് പോവും? ഫംഗ്ഷൻ തുടങ്ങാനുള്ള നേരമായില്ലേ മോനെ? എങ്കിലും ഇനി വൈകിക്കണ്ട, മെഹന്തി ഇടാം. എല്ലാവരുടെയും സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് തല്ലിക്കെടുത്തേണ്ടി വരുമല്ലോ ഈശ്വര. ഗുഡ് ഈവനിങ് ഡി കെ. ഗുഡ് ഈവനിങ്. ഇത് വൈജയന്തി മേഡം തന്നയച്ചതാ. മേഡം നാട്ടിലെത്തിയിട്ടുണ്ട്. വൈകാതെ നേരി കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാൻ മേഡം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. മോളെ ഇരിക്കേ ഇരിക്കേ. എന്താ മോളെ, എന്തു പറ്റി? അമ്മ, എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം. വല്ലാത്തൊരു ടെൻഷൻ. അത്രേ ഉള്ളോ? അതിനെന്തിനാ ടെൻഷൻ? വാ മോളിലേക്ക് വാ. വാ. എന്തു പറ്റി മോളെ? ടെൻഷൻ അല്ലാതെ മോക്കൊന്ന് വാഷ്റൂമിൽ പോണോന്ന്. ഞാൻ കൊണ്ടുപോവാ. വേണ്ട മമ്മി, ഞാൻ പോയിക്കോളാം. അത് കുഴപ്പമില്ലെന്നേ, ഞാൻ കൂടി വരാം. അല്ല വേണ്ട മമ്മി. നീ ഇങ്ങോട്ട് വന്നേ. മമ്മി വാ. നശിപ്പിച്ചു. ഈ തള്ളയും കൂടെ കെട്ടിയെടുത്തോ? ഇവരെങ്ങനെ ഒഴിവാക്കും? മയെ, മോൾക്കൊന്ന് വാഷ്റൂമിൽ പോണായിരുന്നു. ഈ മുറി കയറാലോ അല്ലേ? അതിനെന്താ? ജ്യോതി വരൂ. ആന്റി പൊയ്ക്കോളൂ, ഞാനും ജ്യോതിയും കൂടെ താഴേക്ക് വന്നോളാം. ഏയ് സാരമില്ല, ഞാനിവിടെ ഇരുന്നോളാം. മോള് വേഗം പോയിട്ട് വാ. താഴെ എല്ലാരും കാത്തിരിക്കുക. വാ. എന്തിനാ നീ നിന്റെ അമ്മയും കൂട്ടി വന്നത്? അയ്യോ, കൂട്ടിയതല്ല, കൂടെ വന്നതാ. ഇനിയിപ്പോ എങ്ങനെയാ ഞാൻ? എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പുറത്തെ ബാൽക്കണി ഭാഗത്തെ കോറിഡോറിന്റെ വലതുവശത്ത് ഞാനുണ്ടാവും. നിന്റെ മമ്മിയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയെങ്കിലും അവിടേക്ക് വരും. അയ്യോ, ഞാൻ എങ്ങനെയാ മമ്മിയുടെ കണ്ണിൽ പെടാതെ? ആവശ്യക്കാരിക്ക് യാതൊരു ഔചിത്യവും പാടില്ല. എന്ത് ചെയ്തിട്ടായാലും നീ കോറിഡോറിന്റെ ഭാഗത്തെത്തണം. അതെ. ഇനിയിപ്പോ എങ്ങനെ എവിടെ നിന്ന് രക്ഷപ്പെടുക? എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. പാപം ജ്യോതി ഭയങ്കര ടെൻഷനില്ല. ആന്റി പൊയ്ക്കോളൂ, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. സാരമില്ല, അവളിപ്പോ വരുമല്ലോ. ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. മായ പൊയ്ക്കോ. ശരി. എന്റെ ഈശ്വര, മമ്മി അവിടെ തന്നെ നിൽക്കുകയാണല്ലോ.
അമ്മയുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെ ഇവിടുന്ന് പുറത്തു കടക്കുക? ഒറ്റ കൈ പ്രയോഗം തന്നെ വേണ്ടി വരും. എന്തൊരു വീടായത്! വീടല്ല, മണിമാളികയാ. തൂക്കിയിട്ടിരിക്കുന്ന വിളക്കിന് തന്നെ കാണും ലക്ഷങ്ങൾ വില. ഈ പെണ്ണ് നടു പിടിച്ച് വീണെന്ന് തോന്നുന്നു. എവിടെ പോയാലും കുഴപ്പം തന്നെയാ. ജ്യോതി, ജ്യോതിമോളെ, ജ്യോതിമോളെ, എന്താ പറ്റിയേ? നീ വീണോ? വാതില് തുറക്ക് ജ്യോതി. ജ്യോതി, ജ്യോതി, ഇതാരാ ഡോർ അടച്ചത്? ജ്യോതി, ജ്യോതി, ശോ, ഈ പെണ്ണിത് എവിടെ പോയി? ഇതാരാ ഡോർ അടച്ചത്? ജ്യോതി, സോറി മമ്മി, വേറെ വഴിയില്ലാത്തോണ്ടാ. എന്താ മമ്മി, ഞാൻ ഇതിനകത്താക്കിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഞാൻ ശരിയാക്കാം. ഇതാരും പൂട്ടിയിട്ടിട്ട് പോയത്? ജ്യോതി, ജ്യോതി, വാതിൽ തുറക്കാം. ഇത് തുറക്കാൻ എന്താ ഇപ്പൊ ഒരു വഴി? വാ. ജ്യോതിമോളെ കാണുന്നില്ലല്ലോ. ജ്യോതി, ഇതിലെ നീ താഴേക്ക് ഇറങ്ങിക്കോ. ഇവള് നിന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്താൻ സഹായിക്കും. സുരക്ഷിതമായി ജ്യോതി അവിടെ എത്തിക്കണം. ഓക്കെ മാം. ഇവിടുത്തെ കോലാഹലങ്ങൾ കഴിയുമ്പോ ഞാൻ നിന്നെ അറിയിക്കാം. അത് കഴിഞ്ഞ് നീ നിന്റെ വീട്ടിലേക്ക് പോയാ മതി. അല്ല, എന്തിനാ ഒളിച്ചോടിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടിയാ പറയാ? എന്തെങ്കിലും ഒരു കഥ നീ കെട്ടിച്ചമച്ചാ മതി. അല്ലെങ്കിൽ തന്നെ കഥ മെനഞ്ഞുണ്ടാക്കാൻ നീ മിടുക്കത്തിയാണല്ലോ. ഓഹോ, അതുകൊള്ളാലോ. എല്ലാം പ്ലാൻ ചെയ്തത് നീ, എന്നിട്ടിപ്പോ എന്നെ കുറ്റപ്പെടുത്തുന്നു. സംസാരിച്ച് നിൽക്കാൻ അധികം സമയമില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ നോക്ക്. താഴെ നിനക്ക് പോകാനുള്ള വണ്ടി റെഡിയാ, വേഗം പൊയ്ക്കോ. അയ്യോ, ഇതിലൂടെ ഇറങ്ങാനോ? എന്റെ അമ്മേ, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല. നോക്കി നിൽക്കാതെ ഇറങ്ങ്. അയ്യോ, താഴേക്ക് നോക്കിട്ട് തന്നെ എന്റെ കൈയും കാലും മറിക്കുന്നു. നിന്നെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കുന്നല്ലേ എല്ലാരും പറയുന്നത്. അപ്പൊ ഇതിലൂടെ ഇറങ്ങാനും നിനക്ക് പറ്റും. ഇനിയും വൈകിയ ആളുകൾ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. പിന്നെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ജീവിതത്തിൽ ഒരിക്കലും കഴിയില്ല. ഇനി അതല്ല, DKയുടെ ഭാര്യയായി ഇതിനകത്ത് അടിമയെ പോലെ ജീവിച്ചു മരിക്കാനാണെങ്കിൽ വാ, നമുക്ക് തിരിച്ചു പോവാം. അയ്യോ വേണ്ട, ഞാന് ഈശ്വര, ഇതിപ്പോ എന്താ ചെയ്യാ? അതെ, എനിക്ക് ഈ അക്രോഫോബിയ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാ എന്റെ ദേഹം കടന്നു വരയ്ക്കും. ഇപ്പൊ വീഴാൻ പോകുന്ന പോലെ തോന്നും. നിന്നെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ വേണ്ട, ചെന്ന DKയുടെ മുന്നില് കൈ നീട്ടി ഇരുന്ന് കൊടുക്കാം, മെഹന്തി ഇടാൻ. അയ്യോ, അതിനേക്കാളും ഭേദം ഇവിടുന്ന് എടുത്ത് ചാടി അങ്ങ് ചാവുന്നതാ. ഓ, ആരെങ്കിലും നിന്നെ തിരക്കി വരുന്നതിന് മുമ്പ് ഇറങ്ങ്, ഇറങ്ങ്. അയ്യോ, ആ
ആദ്യം ഇവിടെ ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങാം. നീ പേടിക്കാതെ. പേടിക്കണ്ട, ഞാൻ സഹായിക്കാം. ആ, ചെല്ല. പിടിക്കണേ. ഞാൻ എന്റെ ചെരുപ്പ്. അയ്യോ, പിടിച്ച് പതുക്കെ. സൂക്ഷിച്ച്. അയ്യോ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഇനി എങ്ങോട്ടാ? ദേ ആ വാൻ കണ്ടോ? വാ വേഗം അതിനകത്തേക്ക് കയറണം. വാ പോം പോ. വാ കേറ്. അയ്യോ, എനിക്കെന്തോ പേടിയോ. ഒന്നുമില്ല, പേടിക്കണ്ട, കേറിക്കോ. ശ്ശേ. അവിടെ ചവിട്ടി കേറ്. അടച്ചോ. പേടിക്കണ്ട, ഇവിടെ ഇരുന്നോ. ഡോ, ഇങ്ങ് വന്നേ. സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കല്ലേ, പിന്നെ ഇപ്പോഴേ പൂട്ടിക്കെട്ടി എവിടെ പോവാ? അല്ല, കുറച്ച് സാധനങ്ങൾ ഒന്ന് രണ്ടിടങ്ങളിൽ കൊണ്ടുപോകാനുണ്ടായിരുന്നു. എന്ത് സാധനങ്ങള്? കുറച്ച് പാത്രവും സാധനങ്ങളും ഒക്കെ. ഒരു പരുവക്കേടുണ്ടല്ലോ. താ വന്നേ, ആ വണ്ടിയുടെ ഡോറും തുറന്നേ. ആ വാടോ. ദേ, ഇതിനകത്തൊന്നുമില്ല സാറേ, പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. തനിക്കെന്താ ഒരു പരുങ്ങല്? ഒന്നുമില്ല സാറേ. അതല്ലല്ലോ, എന്തോ ഒരു വശപ്പച്ച കൊണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. സമയം പോയി സാറേ, ഞാൻ പോട്ടെ. നിക്കടോ, ഞാനൊന്ന് നോക്കട്ടെ. ഡാ ബാലു, ഇതിനകത്ത് എന്ത് നോക്കുക? വേഗം വാ, അവിടെ അന്വേഷിക്കുന്നുണ്ട്. അതല്ലടാ, ഇവൻ എന്തോ ഒരു ഉടായിപ്പുള്ളതുപോലെ. ഡാ, നീ ഇവിടെ നിന്ന് ഇങ്ങനെ സേതുരാമയ്യർ CBI കളിക്കാതെ ഒന്ന് വന്നേ. ബൊഫെ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ഡാ. DK ചെക്കിങ്ങിന് ഇറങ്ങി കുറ്റം കണ്ടുപിടിച്ചാൽ അറിയാലോ പുകില്. എന്നാലും എന്തോ ഒരു ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, നീ ഇങ്ങോട്ട് വാ. ഇന്നലെ ഡിറ്റക്റ്റീവ് സിനിമ കണ്ടതിന്റെ കുഴപ്പാ കേട്ടോ. എന്തിനും ഏതിനൊരു സംശയവും അന്വേഷണവും. വാടാ ഇങ്ങോട്ട് വാ, വാടാ. രക്ഷപ്പെട്ടു. അവളിപ്പോ അങ്ങെത്തും. ഇവിടുന്ന് അവളെ കാറ്ററിംഗുകാരുടെ വണ്ടിയിൽ അവിടെ എത്തിക്കും. സൂക്ഷിക്കണം. നാളെ നേരം വെളുക്കുന്നിടം വരെ അവള് നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവണം. ശരി, ഓക്കെ. ആരെങ്കിലും ഓടി വരണേ. സുധേട്ടാ, ഒന്ന് കഥക തുറക്കോ. ഞാനാണ് ഫോണും എടുത്തില്ലല്ലോ ഈശ്വര. കഷ്ടകാലം. ആരാ ഇത് പൂട്ടിയിട്ടിട്ട് പോയത്? വാതിൽ തുറക്കാൻ. ജ്യോതി, മോളെ ജ്യോതി. അവിടെ കിടന്ന് നിലവിളിക്ക് പെണ്ണുമ്പിള്ളെ. അമരാവതിയിലെ DKയുടെ അമ്മായിയമ്മ ചമയാൻ കച്ചകെട്ടി ഇറങ്ങിയേക്കുന്നു. ജ്യോതി, എടി ജ്യോതി, വാതിൽ തുറക്ക്. ഇനി താഴെ ചെന്നിട്ട് വേണം എന്റെ അഭിനയം തുടങ്ങാൻ. ഇവളെന്താ ഇത്രയ്ക്ക് താമസിക്കുന്നത്? ഒന്ന് ബാത്റൂമിൽ പോയി ചൂടാൻ ഇത്ര സമയം വേണോ? അച്ഛാ, ഞാനൊന്ന് പോയി നോക്കിയാലോ? ചെല്ല്, വേഗം പോയി വിളിച്ചോണ്ട് വാ. ഗസ്റ്റുകളൊക്കെ കാത്തിരിക്കുന്ന കണ്ടില്ലേ? അമ്മേ,
അമ്മേ പോയി, അവള് പോയി, അവള് നമ്മളെ ചതിച്ചു. നീ എന്തായി പറയുന്നത്? ആര് പോയി? ജ്യോതി. അവള് രക്ഷപ്പെട്ടു. നമ്മളെല്ലാം പറ്റിച്ച് അവള് കടന്നു കളഞ്ഞു. കുട്ടി എന്താ അസംബന്ധമായി പറയുന്നത്? ജ്യോതിയുടെ അമ്മ അവളെയും കൂട്ടി വാഷ്റൂമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. പക്ഷേ പിന്നീട് ജ്യോതി എന്താ ചെയ്യുന്ന നീ? വേണ്ട, നീ എന്താ ഈ കാണിക്കുന്നു ജ്യോതി? ജ്യോതി, ജ്യോതി നീ എന്തായി കാണിക്കുന്നേ? ജ്യോതി നീ എന്തായി ചെയ്യുന്നേ? ഞാൻ പോവാ, എന്നെ തടയണ്ട. ജ്യോതി പോവരുത് ജ്യോതി. നീ നിന്റെ പാട് നോക്കി അങ്ങ് പോയേ. എന്റെ കൃഷ്ണ, ചതിച്ചോ നീ? ഞാൻ വിളിച്ചത് കേട്ടിട്ടും അവൾ ഓടി രക്ഷപ്പെട്ടു. അച്ഛാ, എന്നിട്ട് ആശാലത എവിടെ? ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ജ്യോതി എല്ലാരെയും ചതിച്ചതാ. അവൾ ഈ കല്യാണത്തിൽ നിന്ന് ഒളിച്ചോടിയതാ. എന്റെ മോൾ അങ്ങനെ ഒളിച്ചോടത്തൊന്നുമില്ല. ഇതിലെന്തോ ചതിയുണ്ട്. ഈ പറഞ്ഞു വിശ്വസിക്കരുത്. ചതിക്കാനാണെങ്കിൽ എന്റെ മോള് ഞങ്ങളെയും കൂട്ടി ഈ ചടങ്ങിന് വരില്ല. മതി. ജ്യോതി തുറക്ക്. മോളെ അമ്മയാ. അമ്മ ആരാ ഈ വാതിലടച്ചതൊന്ന് തുറക്കാരെങ്കിലും. ആശാലതേ, അമ്മേ, ആശാലതേ, ആശാലതേ, അമ്മേ, ആശാലതേ, ഈ വാതിലൊന്ന് തുറക്ക്. ആരാ പൂട്ടിയത്? ആശാലതേ, ഒന്ന് വേഗം തുറക്ക് സുധേട്ടാ. തുറക്ക് സർ. അമ്മേ, ആരാ എന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടത്? മോളെവിടെ? അതെ, ഇവളോട് ചോദിക്ക. പറയടി, നീയല്ലേ ഇത് ചെയ്തത്? ഞാനോ? ദേ, അനാവശ്യം പറയരുത്. നിങ്ങൾ ഇതിനകത്ത് പൂട്ടിയിട്ടതേ നിങ്ങളുടെ ജ്യോതിമോള് തന്നെയാ. എന്നിട്ട് അവളോട് രക്ഷപ്പെടുകയും ചെയ്തു. മതി, നിർത്ത്. അവൾ എങ്ങോട്ടാ പോയത്? ദേ, ആ ബാൽക്കണിയുടെ ഭാഗത്തേക്കാ.
ദാ ഇതുവഴി അവള് രക്ഷപ്പെട്ടത്. എന്റെ മോൾ ഈ എണ്ണയിൽ കൂടെ ഇറങ്ങിപ്പോയെന്നോ? പിന്നല്ലാതെ അതെങ്ങനെ ശരിയാവും? അച്ഛാ, ഇവര് ഈ പറയുന്നത് പച്ചക്കള്ള. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം ചേച്ചി എന്നോടെങ്കിലും പറഞ്ഞേ. മോള് പറഞ്ഞത് ശരിയാ. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. മറ്റാര് വിശ്വസിച്ചാലും നീ ഈ കളവ് വിശ്വസിക്കരുത്. എന്റെ മോൾ അങ്ങനെ ഒളിച്ചോടി പോകത്തില്ല. അവളെ ആരോ ചതിച്ചതാ.